ഞാൻ എൻ്റെ യാത്രക്കിടയിൽ കണ്ടുള്ള ഒരു കാഴ്ചയാണിത്. പുഴയോരത്ത് കൂടി നടന്നപ്പോൾ അവിടെ രണ്ട് ചേട്ടന്മാർ ഇരുന്നിട്ട് ചൂണ്ടയിടുകയാണ്. ഒരുപാട് സമയമായി ഒരു ചൂണ്ടയിടുന്നതെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരു ചേട്ടൻ കുറച്ച് മുമ്പ് രണ്ട് മീനിനെറ്റ് ചെറിയ വലയിൽ അതിലുകൊണ്ട് വരുന്നത് ഞാൻ കണ്ടു. മീനെ വളരെ കുറവുള്ള സമയമാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് JCB ഉപയോഗിച്ച് ഈ പുഴ കംപ്ലീറ്റ് വൃത്തിയാക്കിയിരുന്നു. ആ മണ്ണ് ഇങ്ങോട്ട് സൈഡിലേക്ക് കോരിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുഴ ഒരു സൈഡ് തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ മീൻ ഒക്കെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ഒരു ലക്ഷണമാണ് കാണുന്നത്. ചേട്ടന്മാർ നല്ല ക്ഷമയോട് കൂടിയിട്ട് മാറി മാറി ഏരിയകൾ മാറി മാറി അവർ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം കുറേ സമയം വളരെ ക്ഷമയോട് കൂടിയിട്ട് ഇങ്ങനെ കാത്തിരുന്ന ചൂണ്ട തന്നെ ഫോറിൻ ചൂണ്ടയാണ്. നമ്മുടെ നാട്ടിലെ നാടൻ എന്തെങ്കിലും മരത്തിൻ്റെ പട്ട കൊണ്ടുണ്ടാക്കുന്ന ചൂണ്ടയല്ല. ആ ചേട്ടന്മാർക്ക് കിട്ടിയുള്ള രണ്ടും കരിമീനായിരുന്നു കേട്ടോ. 2 മീനാണെങ്കിലും വലിപ്പമുള്ള 2 കരിമീനാണ് ഞാൻ കൊണ്ടുവന്ന് കണ്ടത്. ഈ പുഴയിൽ പൊതുവേ നല്ല മീനുള്ളതാണ് കേട്ടോ. എല്ലാ വർഷവും ഈ സമയത്ത് ഒരുപാട് പേര് വന്നിട്ട് ചൂണ്ടിട്ട് മീൻ പിടിക്കും. ഒരു സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് കുറേ കക്കകൾ ഒരാൾ പിടിക്കുന്നത് കണ്ടു. എന്നിട്ട് ഉടനെ തന്നെ അയാൾ ആ പുഴയുടെ തീരത്ത് വിൽപ്പന നടത്തി. ഞങ്ങൾ ഒരുപാട് കക്ക വാങ്ങിച്ചു. അങ്ങനെ കൊണ്ടുവരെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അന്നൊരു ചെറിയ അമളി പറ്റി. അമളി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ കക്ക ഇട്ട് തന്ന് അവിടുന്ന് എടുത്ത ഒരു ചാക്കിലായിരുന്നു. പക്ഷേ വീട്ടിൽ പോയിട്ട് ആ കക്ക പാചകം ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ ചാക്ക് അന്ന് അവരിട്ടത് അവിടുന്ന് താൽക്കാലികമായി ഒപ്പിച്ചൊരു സിമെൻറ്റിൻ്റെ ചാക്കായിരുന്നു. ആ കക്കക്ക് മൊത്തം സിമെൻറ്റിൻ്റെ ടേസ്റ്റ് വന്നു. അവിടെ മൊത്തം ഒഴിവാക്കേണ്ടി വന്നു. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഓർമ്മ വന്നൊരു സംഭവം പറഞ്ഞതാണ്. ഈ ചേട്ടൻ ഇവിടെ നിന്നിട്ട് പല ദിക്കിലും പല പോയിൻ്റും നോക്കിയിട്ട് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കിട്ടിയ 2 മത്സ്യം അല്ലാതെ മറ്റൊന്നും കിട്ടിയില്ല. അതേപോലെ തന്നെ ഇതിൽ നല്ല ആരൽ, പിന്നെ ഇവിടെ നാട്ടിലെ കണ്ണൻ എന്ന് പറയും, വരാൽ, അതേപോലെ തന്നെ ഓരോ സ്ഥലത്ത് ഓരോ പേരാണല്ലോ, വായമ്പൊത്തി, പിന്നെ മുഷു, അതിന് മറ്റുള്ളവർത്തൊക്കെ പേരിൽ മാറ്റമുണ്ട്. കാരി എന്നൊക്കെയാണ് തെക്കൻ ഭാഗത്ത് പറയുന്നത്. അതുപോലെ തന്നെ നല്ല ഞണ്ട്, പിന്നെ ആമകൾ, ഇതെല്ലാം ഒരുപാടുണ്ട് ഈ പുഴയിൽ. ആമനൊന്നും പിടിക്കാറില്ല. പക്ഷേ ഈ പുഴയിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഈ തരം മത്സ്യങ്ങൾ, ഒരുപാട് തരം മത്സ്യങ്ങൾ നമ്മളെപ്പോഴും ഈ പുഴയിൽ ചില സമയത്തൊക്കെ ആളുകൾ പിടിച്ചു കൊണ്ടുവന്ന് കാണാറുണ്ട്. ഈ പുഴയ്ക്ക് അത്യാവശ്യം നല്ല ആഴമുണ്ട്. നല്ല ഈ വേനലിലെ ചുട്ട ആ ഒരു സമയമാകുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗം നമുക്ക് കാണാം. പക്ഷെ മഴക്കാലത്ത് ഇത് റോഡൊക്കെ ഒന്നിച്ച് കവിഞ്ഞ് ഒഴുകുന്ന കാണാറുണ്ട്. ഇത് തിരൂർ താഴെപ്പാലത്താണ് കേട്ടോ. ഈ പുഴ നേരെ പടിഞ്ഞാറക്കര ബീച്ചിലാണ് ചെന്ന്, അതായത് അറബിക്കടലിൽ ചെന്ന് ചേരുന്നു. ഈ പുഴ തിരൂർ പുഴ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു, അത് നിർത്തിവെക്കും. വീണ്ടും ടൂറിസം വകുപ്പ് ബോട്ട് സർവീസ് തുടങ്ങാനുള്ള എല്ലാ ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ നിന്ന് മണ്ണൊക്കെ എടുത്ത് ചുറ്റും മണ്ണൊക്കെ കുഴിയുള്ള ഭാഗത്ത് ബാക്കി ആ മണ്ണ് എടുത്ത മണ്ണിട്ട് അതൊക്കെ ക്ലിയർ ചെയ്ത് വന്നത് കേട്ടോ. ഇത് നമ്മുടെ സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് കൂടിയാണ് പാസ് ചെയ്യുന്നത്, രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കോച്ചിങ്ങിൻ്റെ ഒരു സമയം കൂടിയാണ്. വേനലവധി ആയതുകൊണ്ട് നല്ല കാഴ്ചയാണ്.